കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറുമോ എന്നൊരു സംശയമുണ്ട്. കാരണം BJP വേറൊരു തരത്തിൽ മുഖം മിനുക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. ന്യൂനപക്ഷ സമുദായമായ ക്രൈസ്തവരുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ മേഖലകളിലൊക്കെ തന്നെ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെയും രംഗത്തിറക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, പാലയിലെ ഷോൺ ജോർജ്, പൂഞ്ഞാറിൽ PC ജോർജ്, കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, തിരുവല്ലയിൽ അനൂപ് ആന്റണി, ഇങ്ങനെ നീളുകയാണ്. ഇവിടൊക്കെ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാവും. വിജയിച്ചില്ലെങ്കിൽ പോലും വലിയ കടന്നുകയറ്റത്തിലേക്കല്ലേ കാര്യങ്ങൾ പോവുക? തീർച്ചയായിട്ടും. ഇത്തവണത്തെ മണ്ഡലങ്ങളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ബോധ്യമാവും. തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് ആലപ്പുഴ, പത്തനംതിട്ടയിലെ ചില മണ്ഡലങ്ങൾ, കൊല്ലം, തിരുവനന്തപുരം, ഇവിടങ്ങളിലെല്ലാം ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാനായിട്ട് BJP ശ്രമിക്കുന്നു. അവരുടെ സ്റ്റാർ മണ്ഡലങ്ങളിൽ പലതും ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ അവർക്ക് ചില പോക്കറ്റുകൾ പാലക്കാടായാലും തൃശ്ശൂരായാലും ഉണ്ട് താൻ. അവിടെയും അവരുടെ മുന്നേറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ കേരളത്തിൽ ഇത്തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ അതിന് ചില ശ്രദ്ധേയമായ നിലപാടുകളും നടപടികളും വേണമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് കോട്ടയം ജില്ലയുടെ, അതായത് ക്രിസ്ത്യൻ പോപ്പുലേഷനിൽ ശക്തമായ സാന്നിധ്യമുള്ള 45-48% വരെ വോട്ട് ക്രിസ്ത്യൻ സമുദായത്തിനുള്ള പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരിപ്പോൾ ചില നീക്കങ്ങൾ നടന്നത്. അതിലൊന്നാണ് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളായ ഷോൺ ജോർജിനെ പാലായിൽ മത്സരിപ്പിക്കുന്നു, PC ജോർജിനെ പൂഞ്ഞാറിൽ മത്സരിപ്പിക്കുന്നു, ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെയൊക്കെ സംരക്ഷണത്തിന് കൂടി നിൽക്കുന്ന മന്ത്രി കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കുന്നു. ഇത് മൂന്നും വളരെ നിർണായകമായതാണ്. അതെനിക്ക് തോന്നുന്നു ജോർജ് കുര്യനൊക്കെ മത്സരിക്കുമ്പോൾ ഈ മലയോര മേഖലയ്ക്ക് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും പാക്കേജ് പോലും ഒരുപക്ഷെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റബ്ബർ കർഷകർക്ക് ആനുകൂല്യങ്ങൾ, അവർ പറഞ്ഞിരിക്കുന്ന മൈക്രോ മൈനോറിറ്റി കൺസിഡറേഷൻ, അതിപ്പം പെട്ടെന്ന് സാങ്ഷൻ ചെയ്യാവുന്നതല്ല, പക്ഷെ എങ്കിൽ പോലും അതിനൊരു ഓഫർ, പ്രത്യേകിച്ച് വന്യജീവികളിൽ നിന്ന് വലിയ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയം, അതെ, അവിടെ കുറച്ച് ഇളവുള്ള നിലപാടുകൾ, പിന്നെ സാമ്പത്തികമായും മറ്റും സഹായം ചെയ്യാൻ കഴിയുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഈ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങളാണ് ഈ പൂഞ്ഞാറ്, കാഞ്ഞിരപ്പള്ളി, പാല. ഇവ അടുത്തടുത്താണ് കിടക്കുന്നതും ഏതാണ്ട് സ്വഭാവത്തിൽ പ്രത്യേകത ഉള്ള മണ്ഡലങ്ങളുമാണ്. ഇത് ഒരു ജില്ലയിൽ തന്നെയാണ്. ഒരു ജില്ലയിൽ, കോട്ടയം ജില്ലയിൽ, അതിന് കിഴക്ക് ഭാഗത്ത് ഏതാണ്ട് നമ്മുടെ ഇവിടുത്തെ നേമം, വട്ടിയൂർക്കാവ് പറയുന്നത് പോലെ തന്നെ, കഴക്കൂട്ടം പറയുന്നത് പോലെ ഏതാണ്ട് അടുപ്പിച്ചടുപ്പിച്ച്, എത്ര അടുത്തല്ലെങ്കിലും അടുപ്പിച്ചടുപ്പിച്ച് കിടക്കുന്ന മണ്ഡലങ്ങളിൽ പെടുന്നത് തന്നെയാണ് ഈ 3 മണ്ഡലങ്ങൾ. അപ്പൊ ഇവിടെ ഒന്നിച്ചൊരു ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുന്നത് തന്നെ വളരെ എഫക്റ്റീവായി. അത് ഓരോ മണ്ഡലത്തിനും പരസ്പരം ബന്ധപ്പെട്ട് ചില നീക്കങ്ങൾ നടത്തുന്നതിനും ഒക്കെ സഹായകരമാകുന്നതാണ്. ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി പ്രത്യേകമായിട്ട് ഇവിടത്തേക്ക് കൊണ്ടുവരുന്നതിന് സാധിക്കും. ഇത് കണ്ടുകൊണ്ടാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തിക്കൊണ്ട്, സ്റ്റാർ വാല്യൂ ഉള്ള സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ക്രിസ്ത്യൻ മേഖലയിലേക്ക് ഒരു കടന്നുകയറ്റത്തിന് BJP ശ്രമിക്കുന്നത്. ഇതിന്റെ നേട്ടം മറ്റ് പല പ്രദേശങ്ങളിലും ചെറിയ തോതിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിച്ചാൽ തന്നെ പാർട്ടിയുടെ ചില സ്ഥാനാർത്ഥികൾ കൂടെ മറ്റു ജില്ലകളിൽ രക്ഷപ്പെട്ട് വരാം. അതെ, മറ്റു ജില്ലകളിൽ. അത് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ ഈ പ്രദേശത്തെ മധ്യ തിരുവിതാംകൂറിലെ പല ജില്ലകളിലും, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോട്ടയം, തൃശ്ശൂര്, ഇവിടെയൊക്കെ തന്നെ വളരെ കൂടുതലല്ലേ? അതെ, 30-45% ഇടയ്ക്ക് വോട്ട് ക്രിസ്ത്യാനികൾക്കുള്ള മണ്ഡലങ്ങളാണ്. ഇവിടെ ഒരു UDF കുത്തക നിലനിൽക്കുന്നുണ്ട്. അതിൽ കുറെ ഷെയറെങ്കിലും തങ്ങൾക്ക് പിടിച്ചു പറ്റണമെന്ന് BJP ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അതിന് നരേന്ദ്രമോദിയും നിതിൻ നബീനും കിരൺ റിഡ്ജുവും ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുക്കുന്നു എന്ന് വേണം നമ്മൾ കാണാനായി. ഈ പാലയിലൊക്കെ അതിശക്തമായ ത്രികോണ മത്സരം വരുമ്പോഴേ അതൊക്കെ പിന്നെ ജോസ് കെ മാണിക്കൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന. അതെ, അതുകൊണ്ടാണ് ജോസ് കെ മാണി വളരെ സൂക്ഷിച്ചാണ് കാലുവെക്കുന്നത്. ജോസ് കെ മാണിക്ക് അവിടെ മത്സരിക്കാതിരിക്കാനും പറ്റില്ല, മത്സരിക്കുകയും വേണം എന്നുള്ള അവസ്ഥ. 2019 അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണത്തെ തുടർന്നുള്ള സഹതാപം നിൽക്കുമ്പോൾ പോലും ജോസ് കെ മാണിക്ക് അവിടെ മത്സരിക്കാൻ പേടിയായിരുന്നു. അത് നമ്മൾ കണ്ടു. ജോസ് ടോം എന്ന അദ്ദേഹത്തിന്റെ
പിതാവിന്റെ ഏറ്റവും അടുത്ത അനുയായി മത്സരിച്ചിട്ട് പോലും 2900 ഏതാണ്ട് 3000 വോട്ടിനെ അടുപ്പിച്ച് പരാജയപ്പെടുകയാണ് ചെയ്തത് മാണി സി കാപ്പനോട്. അടുത്തത് 2021 മാണി സി കാപ്പൻ ഇതെല്ലാം കവച്ചു വെച്ചുകൊണ്ട് 15,000-ലധികം വോട്ട് നേടിക്കൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ പുതുയുഗ യാത്രയാണ് വി ഡി സതീശൻ. അത് പാലയിൽ എത്തുമ്പോൾ വൻ ജനക്കൂട്ടമായിരുന്നു പറയുന്നത്. ഇതേ ഭൂരിപക്ഷം മാണി സി കാപ്പന് കൊടുക്കുക എന്നാണ് വി ഡി സതീശൻ പറയുകയും ചെയ്തത്. എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി അഥവാ ഇങ്ങോട്ടേക്ക് വന്നാലും മാണി സി കാപ്പനെ ഞങ്ങൾ തഴയത്തില്ല എന്നൊരു സൂചനയാണ് കൊടുത്തത്. അതെ അതെ. അല്ല, അത് അദ്ദേഹം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് മുസ്ലിം ലീഗിന്റെ നേതാക്കളെ, കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആദ്യം തന്നെ പോയി കാണുകയും ഒക്കെ ചെയ്തു. ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് ഇപ്പുറത്തോട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പാല വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറത്ത് പോയി കുഞ്ഞാലിക്കുട്ടിയെ കാണുകയും പാണക്കാട് വസതി സന്ദർശിച്ച് തനിക്ക് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് UDF തീർച്ചയായിട്ടും മാണി സി കാപ്പനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. പക്ഷേ ജോസ് കെ മാണി കൂടെ സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ ഷോൺ ജോർജിന് വലിയ കടുത്ത ഒരു മത്സരം നടത്തി വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ വോട്ടുകൾ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന സാഹചര്യം വരികയും അവിടെ ട്രഡീഷണലായിട്ട് BJPക്ക് 20,000-ഓളം വോട്ട് ഉള്ള സ്ഥലമാണ്. അത് ഇനിയും കൂടാനാണ് സാധ്യത. കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ കൂടുതൽ വോട്ട് അവിടെ നേടിയതാണ്. ഇപ്പോൾ ഒരു 30,000 വോട്ട് വരെ BJPക്ക് അവിടെ സമാഹരിക്കാൻ കഴിയും. പിന്നെ ഷോൺ ജോർജിന്റെ പ്രത്യേക സാഹചര്യവും പിതാവ് PC ജോർജിന് ഉള്ള സ്വാധീനം അതിപ്പോഴും മാണി സി കാപ്പനാണ് ഗുണമായിട്ട് നിന്നിരുന്നത്. അത് തിരിച്ചു പിടിച്ച് മകനിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിയും. അങ്ങനെയാണെങ്കിൽ ഒരു 40,000-45,000 വോട്ട് വരെ പിടിച്ചുകൊണ്ട് വലിയ ടൈറ്റ് ഒരു മത്സരം അവിടെ കാഴ്ചവെക്കാൻ കഴിയും. ഇപ്പൊ PC ജോർജ് 2016 നമ്മൾ കണ്ടതാണ്. ആരുടെയും പിന്തുണയില്ലാതെ തന്നെ സ്വതന്ത്രനായിട്ടാണ് അവിടെ നിന്ന് ജയിച്ചു വന്നത്. 2021 പരാജയപ്പെട്ടു. പക്ഷെ ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥിയാകുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് ഗാന്ധിജിക്കെതിരായിട്ടുള്ള പ്രസ്താവന നടത്തിയതൊക്കെ PC ജോർജിന് ഒരു തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളതും സംശയമാണ്. അല്ല, PC ജോർജിനെ എല്ലാവർക്കും അറിയാം, അവിടുത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇങ്ങനെ പല വെടിക്കെട്ടുകളും പൊട്ടിക്കും. പക്ഷേ തങ്ങളോട് സ്നേഹമുള്ള ആളാണെന്ന് പൂഞ്ഞാറുകാർക്ക് നല്ലപോലെ ബോധ്യമുണ്ട്. കഴിഞ്ഞ തവണ ആരുടെയും ഒരു സപ്പോർട്ട് ഇല്ലാതെ വരികയും മുസ്ലിം കമ്മ്യൂണിറ്റി ബ്ലോക്കായിട്ട് തിരികുകയും ചെയ്തുകൊണ്ടാണ് അവിടെ പൂഞ്ഞാറിൽ PC ജോർജിന് പരാതി. 16 വൻ ഭൂരിപക്ഷമല്ലായിരുന്നു, 26,000 വോട്ടിന്റെ ഭൂരിപക്ഷം. അത് വൻ ലീഡായിരുന്നു. അദ്ദേഹത്തിന് 63,621 വോട്ടാണ് അന്ന് 16 കിട്ടിയത്. എതിരാളിക്ക് 35,800 വോട്ട് മാത്രമാണ് കിട്ടിയത്. അപ്പോഴും BDSന്റെ സ്ഥാനാർത്ഥി ആയിരുന്നിട്ട് പോലും അവിടെ 19,966 വോട്ട്, ഏതാണ്ട് 20,000 വോട്ട് അവിടെ ഉണ്ടായിരുന്നു. BJPക്ക് ഒരു 30,000 വോട്ട് നിഷ്പ്രയാസം പിടിക്കാൻ കിട്ടുന്ന മണ്ഡലമാണ് പൂഞ്ഞാർ. അപ്പോൾ PC ജോർജിന്റെ സ്വതസിദ്ധമായ ഒരു 40,000 വോട്ടുണ്ട്. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വൻ ഭൂരിപക്ഷത്തിന് PC ജോർജിന് അവിടെ ജയിക്കാവുന്നതാണ്. PC ജോർജിന്റെ വിജയത്തിന് വലിയ തടസ്സമൊന്നും വരില്ല, അത് ഉറപ്പാണ്. ഇതുപോലെ നേട്ടം ഉണ്ടാക്കാൻ പോകുന്ന മറ്റൊരു മണ്ഡലമാണ് തിരുവല്ലൈ വരുന്നത്. അതെ, കാരണം അനൂപ് ആന്റണി ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അനൂപ് ആന്റണി ഒന്നും മറ്റൊരു പാർട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ല, നേരിട്ട് BJPയിലേക്ക് തന്നെ. ജോർജ് കുര്യനെ തന്നെ നമുക്കറിയാം. തീർച്ചയായിട്ടും ഒരു കാലത്ത് BJP എന്ന് എഴുതാൻ ഭയമുള്ള ഒരു കാലത്ത് BJP പ്രവർത്തിക്കുന്ന ആളായിരുന്നു ജോർജ് കുര്യന്. അതാണ് ജോർജ് കുര്യനെ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ നിർത്തിയിരിക്കുന്നതിന്റെ ഒരു ഘടകവും. അവിടെ ശ്രീ N ജയരാജ് BJP കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ 3 തവണയായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായിട്ട് MLA ആയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ജോസഫ് മാണി ഗ്രൂപ്പിന്റെ. ഇപ്പൊ അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കറും ഒക്കെ ആണല്ലോ, ചീഫ് വിപ്പ് ഒക്കെ ആയിട്ടിരിക്കുന്ന അദ്ദേഹം തീർച്ചയായിട്ടും അവിടെ വിജയം കൈവരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നാണ് അവര് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവിടെ വിള്ളലുകൾ വീഴ്ത്താൻ BJPക്ക് കഴിയും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ കഴിഞ്ഞ 2016 ആണെങ്കിൽ തന്നെ BJPക്ക് അവിടെ 31,000-ഓളം വോട്ട് കിട്ടി എന്നുള്ളതാണ്. അത് നിസ്സാരമായൊരു വോട്ടല്ല. മനോജ് എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി നിന്നിട്ട് 31,441 വോട്ട് അവിടെ നേടുകയുണ്ടായി. അതുപോലെ അൽഫോൺസ് കണ്ണന്താനത്തിനും അതാണ് 30,000-ന് അടുപ്പിച്ച വോട്ട് അവിടെ പിടിക്കാൻ കഴിഞ്ഞു 2021.
അപ്പം അങ്ങനെ BJP വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ നിലനിൽപ്പുണ്ട്. പക്ഷേ ഒരു ക്രിസ്ത്യൻ ഒരു ഔട്ട്റീച്ച് കൂടെ കിട്ടിയാലേ അത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. ഈ 30,000 ഒന്നും പോരാ. അവിടെ നല്ലൊരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ അതിൻ്റെ കെയർ ഓഫിൽ തന്നെ കുറച്ചുകൂടെ വോട്ട് പിന്നെ അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേന്ദ്രമന്ത്രിയായിരുന്ന ജോർജ് കുര്യൻ സൗമ്യനാണ് പിന്നെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുന്നയാളാണ്. പ്രശ്നങ്ങൾക്ക് വളരെ നേരിട്ട് ഇടപെടുന്ന ഒരാളാണ്. ആ ഒരു പ്രത്യേകതയും ഇപ്പോഴത്തെ 2020 അടക്കമുള്ള സാന്നിധ്യവും ക്രിസ്ത്യൻ പിന്നെ ബിഷപ്പുമാർക്കും മറ്റും ചില ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നുള്ള ഒരു വാഗ്ദാനവും ഒക്കെ വെച്ചുകൊണ്ട് കുറെ കൂടെ വോട്ട് അവിടെ BJPക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ ജോർജ് കുര്യൻ്റെ വിജയവും അസാധ്യമല്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ 3 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ ഫോക്കസ്ഡ് ആയിട്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഏരിയയിൽ മാത്രമല്ല തെക്കൻ കേരളത്തിലാകെ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയും. അത് തിരുവനന്തപുരത്ത് ചെറിയ മാർജിൻ ആണെങ്കിൽ പോലും പിന്നെ വലിയ ഘടകമാണ്. 1000 വോട്ട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ BJPയുടെ ഒരു സ്ഥാനാർത്ഥി കിട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്രിസ്ത്യൻ ബെൽറ്റും ഉണ്ട്. വട്ടിയൂർക്കാവിൽ അത് വളരെ പ്രകടമാണ്. നാലാഞ്ചിറ പട്ടം ഭാഗത്ത് തീർച്ചയായിട്ടും കേശവാസുരം, നാലാഞ്ചിറ, പട്ടം, മണ്ണന്തല ഈ ഭാഗങ്ങളിലൊക്കെ എന്തിന് പേരൂർക്കട അടുപ്പിച്ച് വരുന്ന കിണവൂർ ഇങ്ങനെയൊക്കെയുള്ള വാർഡുകൾ വരുന്ന ഭാഗങ്ങളിൽ മുട്ടട വരെയുള്ള പ്രദേശങ്ങളിലൊക്കെ ക്രിസ്ത്യൻ ഒരു പ്രോമിനൻസ് ഉള്ളതാണ്. കേശവാസുരം വാർഡ് ഒക്കെ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ. അപ്പോൾ വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് ഒരു ഹിന്ദു പ്രോമിനന്റ് ഏരിയ മാത്രമല്ല, അവിടെ ക്രിസ്ത്യാനികൾക്ക് വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലവും കൂടെയാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ അവിടെ നിന്നുള്ള ഒരു ഇമ്പാക്ട് ഇങ്ങോട്ടേക്ക് കൂടി ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എറണാകുളം, കൊല്ലം മണ്ഡലത്തിൽ ഇത്തവണ സാധ്യത വളരെ കൂടുതലുള്ള ഒരു സ്ഥലമാണ്. കൊല്ലത്ത് ചാത്തന്നൂരാണ്. ചാത്തന്നൂരിന് പുറമെ ചാത്തന്നൂര് അവർ റൊട്ടേഷനിലായിട്ട് പലപ്പോഴും ലീഡ് നല്ല മുന്നേറ്റം നടത്തുന്നു. കഴിഞ്ഞ തവണ അത് നേടാൻ കഴിഞ്ഞില്ല. പക്ഷേ കൊല്ലത്ത് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 4-5 കോർപ്പറേഷൻ കിട്ടിയത് വാർഡുകൾ കിട്ടിയത് മാത്രമല്ല, അവിടെ വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെയധികം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അവിടെയും ഒരു നല്ല ത്രികോണ മത്സരം വന്നാൽ ഒരു പക്ഷേ BJP സ്ഥാനാർത്ഥിക്ക് ക്രിസ്ത്യൻ വോട്ടുകൾ കൂടെ ലഭ്യമാക്കുകയാണെങ്കിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഈ ഡെന്നിയെ പോലുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ അവിടെ മത്സരിപ്പിച്ചാൽ ചിലപ്പം വിജയസാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് BJPയുടെ വിലയിരുത്തൽ. സ്ഥാനാർത്ഥി നിർണയം വന്നിട്ടില്ല എങ്കിൽ പോലും ആ വിലയിരുത്തലാണ്. അതുപോലെ തന്നെ 21% ക്രിസ്ത്യൻ വോട്ടുകൾ ആലപ്പുഴയുണ്ട്. അവിടുത്തെ ചില മണ്ഡലങ്ങളിലും ഇത് പ്രധാനമാണ്. പ്രത്യേകിച്ച് ചെങ്ങന്നൂർ, അതുപോലെ തന്നെ തിരുവല്ല വരുന്ന പ്രദേശം. ചെങ്ങന്നൂരിൽ ആരാണ് സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞിട്ടില്ല. ചെങ്ങന്നൂർ സാധാരണഗതിയിൽ BJPക്ക് ഒറ്റയ്ക്ക് നിന്നിട്ട് പോലും നല്ല മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ശ്രീധരൻപിള്ള 9,000-10,000 വോട്ടിനൊക്കെയാണ് പലപ്പോഴും പുറകോട്ട് പോയിട്ടുള്ളത്. അവിടെ ഇതുപോലെ ഒരു സപ്പോർട്ടും കൂടെ കിട്ടുകയാണെങ്കിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചില മണ്ഡലങ്ങളിൽ ചില ഫൈറ്റുകൾ വരുന്നത് LDF പിന്നെ BJP ഫൈറ്റുകൾ വരുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ CPM മൂന്നാമതായി പോകുന്ന ചില സന്ദർഭങ്ങളും ഇത്തവണ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്തരം തെക്കൻ മണ്ഡലങ്ങളിൽ ക്രിസ്ത്യൻ വോട്ടുകൾ LDFന് പകരം BJPക്ക് പോയാൽ അതിശയിക്കേണ്ടതില്ല എന്നുള്ളതാണ് സത്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.